നാച്ചൂട്ടാ, സ്വപ്നമല്ലേ? മോള് സന്തോഷിക്കുന്നത് കണ്ട് അപ്പ വന്ന് വിളിച്ചതാവും, അരികിലുണ്ടെന്ന് പറഞ്ഞതാവും. അവളെ തന്നിൽ നിന്നും അകറ്റി മാറ്റി. ദേ ഈ കണ്ണുനീര്, അതെനിക്കിഷ്ടമല്ല നാച്ചു. രൂക്ഷമായി അവളെ നോക്കി. അറിയാതെ വരുവ ആദ്യേട്ടാ, എനിക്കെന്തോ മനസ്സിനൊരു വിങ്ങൽ പോലെ. എന്തു വിങ്ങൽ? കുറുമ്പോടെ അവൻ ചിരിക്കുമ്പോൾ നക്ഷത്രയുടെ കണ്ണുകൾ കൂർത്തു. ഞാൻ സീരിയസ് ആയി പറഞ്ഞത് ആദ്യേട്ടാ. ആണോ? ഞാനും സീരിയസ് ആണ്. ദേ മാറിയേ, മിണ്ടില്ല ഞാൻ. എൻ്റെ പെണ്ണെ, ഇങ്ങനെ ചിണുങ്ങിയിരിക്കാതെ ഫ്രഷായി താഴേക്ക് ചെല്ല്. ഒരു കപ്പ് കോഫിക്ക് നിന്റെ അച്ഛൻ കാത്തിരിക്കുകയാവും. അയ്യോ അത് മറന്നു, ലേറ്റായി അല്ലേ ആദ്യേട്ടാ? ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അവൾ ധൃതിയിൽ വാഷ്റൂമിലേക്ക് ഓടിക്കയറി. തിരികെ ഇറങ്ങുമ്പോഴും ആദർശ് ബെഡിൽ തന്നെ ഇരിപ്പുണ്ട്. എന്താ ആദ്യേട്ടാ ആലോചിക്കുന്നേ? അരികിലായി നിന്നു. തലമുടിയിൽ വിരൽ കടത്തി തഴുകുമ്പോൾ കുസൃതിയോടെ തല ഉയർത്തി. പതിവായി തരുന്നതല്ലേ, മുടക്കണ്ട, തന്നിട്ട് പെട്ടെന്ന് പോയിക്കോ. അവൾ മിഴിഞ്ഞ കണ്ണോടെ നിന്നു. എന്തേ, മനസ്സിലായില്ലേ? ആ വിരിഞ്ഞ നെറ്റിത്തടത്തിൽ ചുണ്ടുകൾ ചേരുമ്പോൾ സന്തോഷത്തോടെ ആദിയുടെ കണ്ണുകൾ അടഞ്ഞു. എങ്ങനെ അറിയാം ഇത് പതിവാണെന്ന്? എന്നും രാവിലെ ഞാൻ ഈ റൂം വിട്ട് പോകുമ്പോൾ ആദ്യേട്ടൻ നല്ല ഉറക്കാണ്. ആദർശ് കണ്ണുകൾ തുറന്നു. അറിയാം, നിന്റെ പ്രണയച്ചൂട് അതെന്നെ ഉണർത്തും. ഗാഢമായ ഉറക്കത്തിൽ നിന്ന് പോലും. നക്ഷത്ര തലകുലുക്കി. ഞാൻ പോവാണേ. ഡോർ ഭാഗത്തേക്ക് നടക്കുന്നവളെ നോക്കിയിരുന്നു. നാച്ചൂട്ടാ, കോളേജിൽ പോകാനുള്ളതാ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട. ബ്രെഡ് ഫ്രിഡ്ജിൽ ഇരിക്കുവല്ലേ, അത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ലേറ്റായില്ലേ? അവൾ ടോപ്പിൽ അമർത്തി പിടിച്ച് വെളുക്കനെ ചിരിച്ചു. എന്താ ഒരു കള്ള ലക്ഷണം? അത് ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, പോയില്ലേലും കുഴപ്പമില്ല. നാളെ മുതൽ കൃത്യമായി പോകാം. ഓ അത് പറ്റില്ലല്ലോ മോളെ, ഒരു ക്ലാസ് പോലും കട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അരികിലേക്ക് വന്ന് തോളിലൂടെ കൈയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ആദ്യേട്ടാ, ഇന്നെന്തോ ഒരു രസമില്ല. കോളേജിൽ പോയി സൈറയെയും മെർലിനെയും കാണുമ്പോൾ രസം താനേ വന്നോളും. ചുണ്ട് കുറിപ്പിച്ച് അവനെ നോക്കി. പെണെ, അടി മേടിക്കും നിനക്ക്. എന്തിനാ ആദി എൻ്റെ മോളെ അടിക്കുന്നേ? ചോദിക്കച്ച. ഈ ആദ്യേട്ടൻ എപ്പോഴും ഇങ്ങനെ എന്നെ പേടിപ്പിക്കും. അച്ഛനെ അരികിലായി നിന്ന് അവൾ പറയുമ്പോൾ ആദർശ് പപ്പയ്ക്ക് ഓപ്പോസിറ്റായുള്ള സെറ്റിയിലിരുന്നു. പറയട്ടേടി? ചുണ്ട് കുറിപ്പിച്ച് അവൻ ചോദിച്ചു. അയ്യേ വേണ്ട ആദ്യേട്ടാ, ഇന്ന് കോളേജിൽ പോകാൻ വയ്യെന്ന് പപ്പ. ആണോ മോളെ? എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ വയ്യാന്ന് പറഞ്ഞോ? ഏയ് ഇല്ലച്ചാ, ഈ ആദ്യേട്ടനാ പറഞ്ഞത് ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, പോകണ്ട നാച്ചൂട്ടാന്ന്. ആദർശ് ഞെട്ടലോടെ അവളെ നോക്കി. ദേ ആദി, മോളുടെ പഠിപ്പ് മുടക്കുന്ന പ്രവൃത്തി നിന്റെ പക്ഷത്തു നിന്ന് ഉണ്ടാവരുത്, കേട്ടല്ലോ? പപ്പയുടെ സ്വരം കടുത്തു. വഴക്ക് പറയല്ലേ അച്ഛാ, ദയനീയമായി നക്ഷത്ര പറയുമ്പോൾ അയാൾ ചുണ്ട് കടിച്ചു പിടിച്ച് തലകുലുക്കി. കോഫി ഇപ്പൊ കൊണ്ടുവരാവേ. ആദർശിനെ നോക്കി കണ്ണിറുക്കി തിരിഞ്ഞ് കിച്ചണിലേക്ക് നടന്നു. ആള് കുറുമ്പിയാണല്ലേ ആദി? എനിക്ക് മനസ്സിലായി. മോൾക്ക കോളേജിൽ പോകാൻ മടിയെന്ന്. ഞാൻ കരുതി പിറക്കാതെ പോയ മോളെ കിട്ടിയപ്പോൾ എന്നെ തള്ളിക്കളഞ്ഞുവെന്ന്. അവൻ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. ഫ്രഷായിട്ട് വരാം. സ്റ്റെപ്പുകൾ ഓടിക്കയറുമ്പോൾ പപ്പ വിങ്ങലോടിരുന്നു. പിറക്കാതെ പോയ മകൾ, അറിയില്ലല്ലോ ആദി, ഒരു കുഞ്ഞനുജത്തി നിനക്ക് ഉണ്ടായിരുന്നുവെന്ന്. ഭൂമിയിൽ പിറന്നു വീഴാൻ, ഈ ഏട്ടൻ്റെയും അച്ഛൻ്റെയും സ്നേഹവും വാത്സല്യവും അനുഭവിക്കാൻ അതിന് വിധിയില്ലാതെ പോയി. കണ്ണുകൾ നിറയുമ്പോൾ ആ അച്ഛൻ്റെ ഹൃദയത്തിൽ നിന്നും ചോര പൊടിഞ്ഞിറങ്ങി. ഈ ഒരു ദോശ കൂടി കഴിക്കും മക്കളെ. ഒരു ദോശ കൂടി പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് രമ പറഞ്ഞു. അയ്യോ വയറ് നിറഞ്ഞമ്മ, ഇനി കഴിച്ചാൽ ശരിയാവില്ല. ഒന്ന് പോടാ, വീർത്ത് പൊട്ടാൻ നീ ഉള്ള കുഞ്ഞാണോ? ഉള്ള കുഞ്ഞല്ല, പക്ഷേ ഒരു കുഞ്ഞുവാവയുടെ അച്ഛനാ. വാതിൽ പടിയിൽ നിൽക്കുന്ന അഞ്ജലിയെ നോക്കി അവൾ അവൻ അരികിലേക്ക് വന്നു. വാവേ, പെട്ടെന്ന് വായോ, അച്ഛാ കാത്തിരിക്കുവാണ്. ചെറുക്കൻ തുടങ്ങി. ഇനി ഇവിടെ നിന്നാൽ മാനം പോകും. അമ്മ തിരിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. മതി പെണ്ണെ, ഇത് അമ്മ കാണാതെ ഒന്ന് കളയോ? പതിയെ ദീപു ചോദിക്കുമ്പോൾ വീർത്ത വയറിൽ കൈ ചേർത്ത് വെച്ച് ഒരു കസേര നീക്കിയിട്ടിരുന്നു. അവൾ വായ തുറന്നു. ദീപുവിൻ്റെ ഉള്ളം തുടികൊട്ടി. അഞ്ജു സംശയത്തിൽ വിളിച്ചു. താ ദീപുട്ടാ. പ്രണയത്തോടെ അവളെ മുറുകെ പിടിക്കാൻ ചുംബിക്കാൻ കൊതിച്ചുപോയി. നിറഞ്ഞ സന്തോഷത്തോടെ ദോശ പീസുകളാക്കി സാമ്പാറും ചേർത്ത് വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഇതേവരെ അറിയാത്ത പ്രണയ നിമിഷത്തിൻ്റെ തേരിൽ വാനോളം പറന്നുയരാൻ ചിറകുകൾ വിടരുകയായിരുന്നു. ദൈവമേ, ഇതുപോലെ എൻ്റെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കണം. അടുക്കളയിൽ നിന്നും പുറത്തേക്ക് എത്തി നോക്കിയ അമ്മയുടെ നെഞ്ചവും കുളിർന്നു. ദീപു, ഡാഡിയോട് മിണ്ടാനൊന്നും പോകണ്ട കേട്ടോ.
അയ്യോ ഇല്ല പെണ്ണെ. അവൻ അമ്മയെ നോക്കി തലകുലുക്കി. വാവേ അച്ഛൻ പോവാ, ഇനി ഈവനിങ് കാണാം കേട്ടോ. കുഞ്ഞിനോട് പറഞ്ഞ് അഞ്ജലിയെ ചേർത്ത് പിടിച്ചു. പതിയെ പുറത്തേക്ക് ഇറങ്ങി. തല താഴ്ത്തി നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തേലും വിഷമമുണ്ടേൽ അമ്മയോട് പറയണം, എന്നെ വിളിക്കുകയും വേണം. ഒരു കുഞ്ഞ് കീപാഡ് ഫോൺ അവൾക്ക് മുന്നിലേക്ക് നീട്ടി. ഇപ്പോൾ അത്യാവശ്യത്തിന് ഇതിരിക്കട്ടെ, സാലറി കിട്ടുമ്പോൾ നല്ലൊരു ഫോൺ വാങ്ങി തരാട്ടോ. അവൾ ഫോൺ കയ്യിലേക്ക് വാങ്ങി. അതിലേക്ക് നോക്കി നിന്നു. ഐഫോണൊക്കെ ഉപയോഗിച്ച കൈയാണിതെന്ന് അറിയാം, സോറി. എൻ്റെ ദീപു, നമുക്ക് ഈ ഫോണിൽ നിന്ന് തുടങ്ങാം. നീ വലിയൊരു നിലയിലെത്തും, നോക്കിക്കോ. എത്തും കണ്ടറിയാം. അവൻ ബൈക്കിലേക്ക് കയറി. സൂക്ഷിക്കണേ പെണ്ണെ. നിറഞ്ഞ വയറിലേക്ക് വാത്സല്യത്തോടെ നോക്കി. ബൈക്ക് റോഡിലേക്ക് ഇറങ്ങി. ഫോണും മുറുകെ പിടിച്ച് അവൾ റൂമിലേക്ക് നടന്നു. കോളേജ് ഗേറ്റ് കടന്ന് ആദർശിന്റെ കാറ് അകത്തേക്ക് വന്നു. നാച്ചൂട്ടാ വീർത്ത് നിൽക്കുന്ന കവിളിൽ ഒന്ന് കുത്തി. ദേ ആദ്യേട്ടാ, പിണക്കാ ഞാൻ. ആ പിണങ്ങിക്കോ ആദ്യേട്ടാ. ഉറക്കെ വിളിച്ച് ആ തോളിലേക്ക് ചാരി കിടന്നു. ഈ നാച്ചൂട്ടന്റെ പിണക്കം മാറ്റാൻ ആദിക്ക് നിമിഷങ്ങൾ മതി. അറിയാം, ഞാൻ പോവാ. മെറിനും സൈറയും വന്നോ ആവോ. ഡോറ് തുറക്കുന്നതിന് മുന്നേ അവനെ തിരിഞ്ഞു നോക്കി. പോവാ. ചിണുങ്ങളോടെ പുറത്തേക്ക് ഇറങ്ങി. നാച്ചൂട്ടാ ഈവനിങ് വരാം, ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. അവൾ തലകുലുക്കി. ഹായ്, നമ്മുടെ താരം വന്നല്ലോ. മെർലിന്റെ സ്കൂട്ടി അവൾക്ക് അരികിലായി നിർത്തി. സൈറ ഇറങ്ങി. ഇപ്പോ നക്ഷത്രക്കുട്ടി മാറി, ഇത്തിരി സുന്ദരിയായി. ആ അത് ശരിയാ സൈറ, അതിന്റെ ക്രെഡിറ്റ് ചേട്ടന് മാത്രം അവകാശപ്പെട്ടതാണേ. മെർലിൻ സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഉറക്കെ പറയുമ്പോൾ ആദർശ് ചിരിയോടെ കാറ് സ്റ്റാർട്ട് ചെയ്തു. ബായ് നാച്ചൂട്ടാ. അവന്റെ കാറ് ഗേറ്റ് കടന്നു മറയുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദന അവളെ വന്ന് പൊതിഞ്ഞു. ഹോ, സങ്കടപ്പെടാതെ പെണ്ണെ. ലവർ അല്ലല്ലോ, കെട്ടിയോനല്ലേ. ഈ വിഷമം നമുക്ക് പരിഹരിക്കാം. വല്ലാത്ത ഭാവത്തിൽ പറയുന്ന മെർലിനെ കൂർപ്പിച്ചു നോക്കി. വഷളത്തരം പറയാതെ വാ പെണ്ണെ. മൂവരും ക്ലാസ്സിലേക്ക് നടന്നു. വേണ്ടായിരുന്നു ജഗ. നേത്ര അവളൊരു വൈരക്കല്ല, പിണക്കേണ്ടിയിരുന്നില്ല. ഇത്രയും സുന്ദരിയായ പെണ്ണിനെ ഭാര്യയായി നിനക്ക് കിട്ടിയത് തന്നെ അത്ഭുതമാണ്. കാറ് ഡ്രൈവ് ചെയ്യുന്ന ജഗനെ നോക്കി മുകുന്ദൻ നിരാശയോടെ പറഞ്ഞു. എൻ്റെ സാറേ, അപ്പനെയും കൂടപ്പിറപ്പിനെയും വെറുപ്പിച്ചതല്ലേ. ഒരു തുണയ്ക്ക് ആരുമില്ല. എന്തായാലും കരഞ്ഞും വിളിച്ചും എൻ്റെ കാല് പിടിക്കും എന്നൊക്കെയായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഇങ്ങനൊരു പ്രതികരണം ഞാൻ ഞെട്ടിപ്പോയി. ഇനി എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല സാറേ, അവൾക്ക് ഞാനില്ലാതെ പറ്റില്ല. നേത്ര വിളിക്കും. ഞാൻ എന്നാൽ ജീവനാ. ജഗന്റെ സ്വരം നേർത്ത് വരുമ്പോൾ മുകുന്ദൻ തല കുലുക്കി. നിന്റെ കൂട്ടാളികൾക്ക് ഫ്ലാറ്റ് ഇഷ്ടായോ ജഗ? അവര് ഇന്ന് മുതൽ പണി തുടങ്ങും സാറേ. അവസരം കിട്ടിയാൽ രണ്ടിനെയും ആ നിമിഷം തന്നെ പോക്കും. ജഗന്റെ ഉറച്ച ശബ്ദം. നിന്നെ എനിക്ക് വിശ്വാസം. പറഞ്ഞ വാക്ക് ജഗൻ പാലിച്ചിട്ടുണ്ട്, അതന്നും ഇന്നും. മുകുന്ദൻ ഗൂഢമായ ചിരിയോടെ സീറ്റിലേക്ക് ചാരി കിടന്നു. എടോ ആനന്ദ് മേനോൻ, നീയും മകനും കൂടി 4 പാടും അവളെ അന്വേഷിച്ച് നടക്ക്. ആ സമയത്ത് ആനന്ദ് സാറിൻ്റെ പ്രാണൻ ഞാനിങ്ങി എടുക്കും. പാവം ആദിമോൻ തനിച്ച്. സാറേ, ഈ ആദിമോനെ എനിക്ക് വേണം കേട്ടോ. എൻ്റെ ജഗ, നിന്റെ സ്നേഹം മുഴുവൻ കൊടുത്തിട്ട് കുറച്ച് മാത്രം ബാക്കി വെച്ച് ഇങ്ങി തന്നാ മതി. പിന്നെ അവനെ എൻ്റെ മോള് നോക്കിക്കോളും, പൊന്നുപോലെ. മുകുന്ദൻ്റെ ഗൂഢമായ മുഖഭാവം കൈകൾ തമ്മിൽ കൂട്ടിത്തിരുമി. കോളേജിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ ബാഗിൽ കിടന്ന ഫോൺ റിങ് ചെയ്തു. ആരാവും? മാഷായിരിക്കും. വേണി ഡിസ്പ്ലേയിലേക്ക് നോക്കി. ഒരു നിമിഷം നിന്നു. അതരങ്ങൾ വിടർന്നു. ചെക്കനാ. കോൾ അറ്റൻഡ് ചെയ്തു. പ്രവിയേട്ടാ. ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു. എന്ത് ചെയ്യുവാ എൻ്റെ കാന്താരി? കോളേജ് കഴിഞ്ഞോ? ആ സ്വരം ചെവിക്കുള്ളിലൂടെ ശരീരമാകെ പ്രണയം പകർത്തി. ക്ലാസ് കഴിഞ്ഞു, വീട്ടിലേക്ക് പോവാ. ആണോ? എന്നാ എൻ്റെ വേണിക്കുട്ടി ഓടി പുറത്തേക്ക് വന്നേ. പ്രവിയേട്ടാ. ഓ, നിന്റെ ചേട്ടൻ പുറത്തുണ്ട്. കണ്ടോളം വയ്യ പെണ്ണെ, ഒന്ന് പെട്ടെന്ന് വാ. ദേ എത്തി. ഉറക്കെയുള്ള സ്വരം. കോൾ കട്ടാക്കാതെ ഫോണും മുറുകെ പിടിച്ച് പുറത്തേക്ക് ഓടിയിറങ്ങി. പ്രവിയേട്ടൻ അരികിലേക്ക് ഓടി വരുന്നവളെ കാണുമ്പോൾ ഹൃദയമൊന്ന് തുള്ളി. എൻ്റെ പെണ്ണ്. ചുണ്ടുകൾ പുലമ്പി. എന്തിനാ വന്നേ? ആരേലും കാണും. ചുറ്റിനും പരതി നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താടി ഇങ്ങനെ? ആഗ്രഹിച്ച് ഓടി വന്നതല്ലേ, അപ്പോ ഇങ്ങനെ ചോദിക്കാവോ? സോറി. ചുണ്ടുകൾ കൂർത്തു. എൻ്റെ മോളെ, ഞാനേ ഒരു പാവാണ് കേട്ടോ. കവിളിൽ പതിയെ തട്ടി. കണ്ടല്ലോ, ഇനി പോയിക്കോ. പ്രവീൺ രൂക്ഷമായി അവളെ നോക്കി. എന്തേ പോകുന്നില്ലേ? ഇവിടെ ഇങ്ങനെ നിൽക്കാനാണോ പ്ലാൻ?
നീ കയറ് വേണിക്കുട്ടി. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അയ്യോ വേണ്ട പ്രവിയേട്ടാ, അച്ഛൻ അറിയും. പ്ലീസ് വേണിക്കുട്ടി, ആരും അറിയില്ല. ദേ ഈ ഹെൽമെറ്റ് വെച്ചോ. ഓ അപ്പം എല്ലാം സെറ്റാക്കിയാണ് വന്നത്. ഏയ് അല്ലടാ, ഇത് നിതിൻ്റെ ബൈക്കും ഹെൽമറ്റുമാണ്. ഓഫീസിലായിരുന്നു ഞാൻ. എന്തോ നിന്നെ കാണാൻ ഒരു മോഹം. പിന്നെ ഒന്നും നോക്കിയില്ല, ഹാഫ് ഡേ ലീവ് എടുത്ത് ഇങ്ങ് പോന്നു. അപ്പോ നിതിൻ ചേട്ടൻ എങ്ങനെ പോകും? ഓ അത് വരുൺ ഡ്രോപ്പ് ചെയ്യും. നീ കയറെൻ്റെ വേണി. വേണോ പ്രവിയേട്ടാ? എനിക്ക് പേടിയുണ്ട്. ഓ എൻ്റെ പെൺപുലിക്ക് പേടിയോ? ഷോ അത്ഭുതാണല്ലോ. അവൻ വേണിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അത് മാഷിനെ പാവല്ലേ. അവൾ സങ്കടത്തോടെ നിന്നു. എൻ്റെ വേണി മോൾക്ക് ഒരു പേടിയും വേണ്ട. ഉടനെ പെണ്ണ് ചോദിച്ച് ഞങ്ങൾ വീട്ടിൽ വരും. കയറടാ. എന്നും എത്തും പോലെ വീട്ടിലെത്തണ്ടേ? ആ അവന് പിന്നിലായിരുന്നു. പോകാം പ്രവിയേട്ടാ. തല ചരിച്ച് ആ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. മുന്നിലേക്കുള്ള യാത്രയിൽ പ്രണയം മാത്രം. ഓഫീസ് ടൈം കഴിഞ്ഞ് നിതിനും വരുണും ദീപക്കും പുറത്തേക്ക് നടന്നു. എടാ ദീപു, എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യൂ. നിതിൻ നീ എൻ്റെ ബൈക്ക് എടുത്തോ, വരുൺ പറഞ്ഞു. ഏയ് വേണ്ട, നീ ബൈക്കിൽ പൊക്കോ. ദീപു എന്നെ നമ്മുടെ കോളേജിന് മുന്നിൽ ആക്കി തന്നാൽ മതി. ഞാനും എൻ്റെ അച്ചായത്തിയും ഒരുമിച്ച് പോയേക്കാം. അല്ല പ്രവീൺ എവിടെ? രാവിലെ ഉണ്ടായിരുന്നല്ലോ. ദീപു രണ്ടുപേരെയും മാറി മാറി നോക്കി. അവൻ വേണിയെ കാണാൻ പോയി. നിതിൻ്റെ ബൈക്കും കൊണ്ടാ പോയത്. നിതിൻ്റെ ചുണ്ടിൽ കള്ളച്ചിരി. എടാ, പെണ്ണിനൊപ്പം പോകാൻ ബൈക്ക് നൈസിന് പ്രവീണിനെ ഏൽപ്പിച്ചു അല്ലേ? കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ ദീപു, കൊച്ചു കള്ളൻ. ദീപുവിന് പിന്നിലായി നിതിൻ ഇരുന്നു. ബായ് വരുൺ. ദീപുവിൻ്റെ ബൈക്ക് കോളേജിൽ ലക്ഷ്യമാക്കി ചലിച്ചു. നിന്റെ ഹെൽമെറ്റ് എന്ത് ചെയ്തടാ നിതിൻ? അത് ആ ചെക്കൻ കൊണ്ടുപോയി. എന്താണ്, നിന്റെ കണവൻ വന്നില്ലേ? വാഗമരത്തിൻ്റെ അരഭിത്തിയിൽ ചാരി നിൽക്കുന്ന നക്ഷത്രയെ നോക്കി മെർലിൻ ചോദിച്ചു. ഇല്ല, ഒരു 10 മിനിറ്റ് ലേറ്റാകും. ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. ശരിയെന്നാ, ഞങ്ങൾ പോട്ടെ. ആ പൊയ്ക്കോ. മെർലിൻ്റെ സ്കൂട്ടി ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. എടാ ദീപു, അഞ്ജലിയുടെ ഡേറ്റ് എടുത്തോ? 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. കയ്യിൽ ഒതുങ്ങുവോ എന്തോ. അവനിൽ വേവലാതി. ഏയ് കാശിൻ്റെ കാര്യം ഓർത്ത് പേടിക്കണ്ടടാ, ഞങ്ങളെല്ലാം ഇല്ലേ. പിന്നെ ആദർശിന് നിന്നെ വലിയ ഇഷ്ടമാണ്. നിന്നെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് കൂടെ കൂടെ പറയും. അഞ്ജലിയെ അവൻ പെങ്ങളെ പോലെയാ കണ്ടത്. ആ സ്നേഹമാണ് നിന്നോട്. ദീപു സന്തോഷത്തോടെ തലകുലുക്കി. ദേടാ, ഇവിടെ നിർത്തിയാൽ മതി, ഞാൻ റോഡ് ക്രോസ് ചെയ്തോളാം. വേണ്ട, എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, നക്ഷത്രയൊന്ന് കാണണം. റോഡ് ക്രോസ് ചെയ്തതും ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വന്ന വാൻ അവരെ ഇടിച്ചു. ഉറക്കെയുള്ള നിലവിളി. പുറത്തേക്ക് നടന്ന കുട്ടികൾ ഓടി റോഡിലേക്ക് ഇറങ്ങി. കൃഷ്ണ, ആക്സിഡന്റ്, പാവങ്ങൾ, ഒന്നും വരുത്തല്ലേ. നക്ഷത്ര വെപ്രാളത്തിൽ മുന്നിലേക്ക് ഓടി. ആദ്യേട്ടൻ വഴക്ക് പറയും, എന്നാലും സാരമില്ല. മനസാക്ഷിയില്ലാതെ എങ്ങനെയാ അവിടെ ഇരിക്കുക? നിർത്തടാ, എവിടെ പോവാ? ആ കുട്ടികൾ ശ്രദ്ധിച്ചാ വന്നത്. നീയൊക്കെ ഓവർ സ്പീഡിൽ വന്ന് ഇടിച്ചിട്ടതും പോരാ, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നോ? ആക്സിഡന്റ് കണ്ട് തടിച്ചു കൂടിയവരിൽ ചിലർ വാൻ തടഞ്ഞു നിർത്തി. വാനിലുണ്ടായിരുന്ന ഡ്രൈവറും 2 പേരും ഇറങ്ങി. ഭാഗ്യം ഹെൽമറ്റ് ഉള്ളതുകൊണ്ട് ആ പയ്യന് പരിക്കേയുള്ളൂ. പക്ഷേ മറ്റേ പയ്യന്റെ കാര്യമാണ്. കൂടെ നിന്നവർ പിറുപിറുത്തു. മുന്നിൽ നിൽക്കുന്നവരെ തള്ളി മാറ്റി എത്തി നോക്കിയ നക്ഷത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. ബോധം നഷ്ടപ്പെട്ട നിതിനെ വാനിലേക്ക് കയറ്റുന്നുണ്ട്. വേദനയോടെ പിടയ്ക്കുന്ന ദീപു. ദീപു ചേട്ടാ, നിധി ചേട്ടാ, അവൾ ഉറക്കെ വിളിച്ചു. കുട്ടിക്ക് ഇവരെ അറിയോ? ഡ്രൈവർ ചോദിച്ചു. ആ അറിയാം, എൻ്റെ ചേട്ടന്മാരാ, വെപ്രാളത്തിൽ പറഞ്ഞ് കയ്യിലിരുന്ന ബാഗ് നിലത്തേക്ക് ഇട്ടു. വാനിന് അരികിലേക്ക് ഓടി. ആ എന്നാൽ കുട്ടി കൂടി കയറ്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. മറ്റൊന്നും ചിന്തിക്കാതെ അവർക്കൊപ്പം കയറി. വണ്ടി സ്റ്റാർട്ടായി. ദീപു ചേട്ടാ, എനിക്കൊന്നുമില്ല. നിതിൻ. പെട്ടെന്ന് വാൻ റോഡിന് സൈഡ് ഒതുക്കി. നക്ഷത്ര പുറത്തേക്ക് നോക്കി പേടിയോടെ വിറച്ചു. ജഗൻ. ശരീരം തണുത്തുറയുമ്പോൾ ദീപുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്താ മോളെ? ചതി. ജഗൻ കോ ഡ്രൈവിംഗ് സീറ്റിൽ അമർന്നിരുന്നു. അതേടി, ചതി തന്നെയാ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ നീയും കൂടി ഈ വലയിൽ കുടുങ്ങുമെന്ന്. ഒരു വെടിക്ക് 3 പക്ഷി. അവൻ തല ചരിച്ച് നിതിനെ നോക്കി. ഷോ, ഇവനെ എനിക്ക് വേണമായിരുന്നു. പക്ഷേ ഈ പരുവത്തിൽ കിട്ടിയിട്ട് എന്ത് പ്രയോജനം? ഗൂഢമായ ചിരിയോടെ നക്ഷത്രയ്ക്ക് നേരെ തിരിഞ്ഞു. എങ്ങനെയപ്പോ പോവല്ലേ? വണ്ടി വേഗത്തിൽ പായുമ്പോൾ തളർച്ചയോടെ സീറ്റിൽ ചാരി കിടന്നു. മോള് പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ദീപു അവളുടെ കയ്യെ മുറുകെ പിടിച്ചു.